ഹൃദയപൂർവ്വം ഇന്ന് റിലീസായ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ, മാളവിക മേനോൻ, സന്ദീപ് ഇവരെല്ലാവരും അഭിനയിച്ച ഒരു ഫീൽ ഗുഡ് മൂവി. ഒരുപാട് ക്രിഞ്ചായി പോകാവുന്ന ഒരു എലമെൻറ്റ് ഒരു സ്റ്റോറി ലൈൻ എടുത്ത് അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു തരി പോലും ബോറടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ക്രിഞ്ച് ഫീൽ ആകാതെയോ ചെയ്തു വെച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു സത്യനന്ദിക്കാട്. കാര്യം ഞാനത് ഹാറ്റ്സ് ഓഫ് പറയേണ്ട കാര്യമില്ല. ഹീസ് ആൻ കംപ്ലീറ്റ്ലി പ്രൂവൻ ഡയറക്ടർ. ബട്ട് സ്റ്റിൽ അപ്രീസിയേഷൻ റിക്വയർ ഫോർ ദിസ് മൂവി ബിക്കോസ് സ്ക്രിപ്റ്റ് അങ്ങനെ ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ളൊരു ടോപ്പിക് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അത് കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകാവുന്ന ഒരു സ്ക്രിപ്റ്റും കൂടിയാണ്. ബട്ട് അതൊന്നും വലിയൊരു പ്രോബ്ലം ഇല്ലാതെ ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഒരേ പേസിൽ ഒരേ ഫീൽ ഗുഡ് മൂവിയിൽ ആ ഒരു ടച്ച് വിടാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മൂവി ഒരുപാട് കണക്റ്റായി. ലൈക്ക് ഫ്രം ദ ഫസ്റ്റ് 15 മിനിറ്റ് മൂവി ഹുക്ക് ചെയ്തു. പിന്നെ ഒരു ഫീൽ ഗുഡ് ലൈക്ക് ഒരുപാട് ആസ്വദിച്ചു. നല്ല കോമഡികളുണ്ട് ഒരിടയ്ക്ക്. സന്ദീപ് നമ്മുടെ അമൽ ഡേവിസ്, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ക്യാരക്ടർ. ലൈക്ക് ഒരു ഘട്ടത്തിലെ പടത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് സന്ദീപിൻ്റെത്. കാര്യം ചില സീനുകൾ ക്രിഞ്ചാവാതിരിക്കാൻ സന്ദീപിൻ്റെ കയ്യിൽ വരുന്ന കുറച്ച് കൗണ്ടേഴ്സ് ഉണ്ട്. കൗണ്ടേഴ്സ് ആക്ച്വലി മാറ്റേഴ്സ് ദ മോസ്റ്റ് ആക്ച്വലി. ആൻഡ് സന്ദീപിൻ്റെ മോഹൻലാലിൻ്റെ കെമിസ്ട്രി ഇതൊരു ലൈക്ക് എ ഗ്രേറ്റ് കോംബോ ആയിരുന്നു. ലൈക്ക് അവർ പറയുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആ പറയുന്ന പഞ്ചുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പറയുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി ആയിക്കൊള്ളട്ടെ, ലൈക്ക് മോഹൻലാലിൻ്റെ ഒപ്പം കട്ടയ്ക്ക് ഇങ്ങനെ കോമഡിയിൽ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് ആൻഡ് സന്ദീപ് ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ്. ഇനി അടുത്ത് പറയേണ്ടത് മോഹൻലാലും ഹീറോയിനും തമ്മിലുള്ള കെമിസ്ട്രി മാളവിക. അത് മാളവിക ആയിക്കൊള്ളട്ടെ, ബാക്കി ഏത് ഹീറോയിൻ ആയിക്കൊള്ളട്ടെ, മോഹൻലാലിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. അഭിനയിക്കുന്ന ഹീറോയിൻസുമായിട്ടൊരു പെർഫെക്റ്റ് കെമിസ്ട്രി സെറ്റ് ആക്കുക എന്നുള്ളത്. ഇവിടെയും അത് പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇമോഷൻസ് ആണ് ഈ മൂവിയിലൂടെ പറയുന്നത്. ലൈക്ക് ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ബ്രദർലി റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് തലത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. എല്ലാ റിലേഷൻഷിപ്സിനെ കുറിച്ചും അത്ര ഓവറാക്കി പറയാതെ ലൈറ്റ് നോട്ടിൽ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്രിഞ്ച് ഒന്നും ഫീൽ ചെയ്യാതെ തുടക്കം മുതൽ അവസാനം പോകുന്നൊരു പടം. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്കിൻ്റെ കാര്യമാണ്. മ്യൂസിക് വാസ് പെർഫെക്റ്റ്. എസ്പെഷ്യലി ആ വെൺമതി എന്ന് പറയുന്ന ഒരു സോങ് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് വിഷ്വൽ ആയിക്കൊള്ളട്ടെ, ആ സോങ്ങിൻ്റെ പ്ലേസ്മെൻ്റ് ആയിക്കൊള്ളട്ടെ, ആ സോങ് ആയിക്കൊള്ളട്ടെ, ഐ ലൈക്ക് റിയലി എൻജോയ്ഡ് ഇറ്റ്. റീസെൻ്റ്ലി ആ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ പാട്ടെടുത്ത് പ്ലേലിസ്റ്റിൽ അങ്ങോട്ട് ആഡ് ചെയ്യുക സ്പോട്ടിഫൈയിൽ. അതാണ് ഫസ്റ്റ് ചെയ്ത കാര്യം. ഐ റിയലി ലൈക്ക് ദ മൂവി, റിയലി ലൈക്ക് ദറ്റ് പെർട്ടിക്കുലർ തിങ്. ഒരുപാട് കാര്യങ്ങൾ എനിക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ലൈക്ക് ഒറ്റയ്ക്കാവുന്നൊരു സിറ്റുവേഷൻ, റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളായാലും ശരി, ഫാമിലി കാര്യങ്ങളായാലും ശരി, ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് റിലേറ്റബിൾ. സോ മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് മൂവി ഒരുപാട് കണക്റ്റ് ആയത്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കണക്റ്റ് ആയി. ഐ ഫെൽറ്റ് ഹാപ്പി ആഫ്റ്റർ വാച്ചിങ് ദ മൂവി. തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുഖത്ത്. അത് സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ സെയിം സ്മൈൽ തന്നെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരുന്നു ആ ഫിലിം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ. സോ ഓണം ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുവാനാണെങ്കിൽ ലാലേട്ടൻ കൊണ്ടുപോയെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. ഒരു ഫാമിലി ഓഡിയൻസ് വാച്ച് എന്ന് മാത്രം ഞാൻ പറയില്ല. ബിക്കോസ് ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ട് ഒരുപാട് വർക്ക് ചെയ്തൊരു സിനിമയാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഫോർ മെനി ഓഡിയൻസ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി എന്നൊന്നും ഞാനങ്ങനെ പറയുന്നില്ല. ഈവൻ എ നോർമൽ ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു 2-2.5 hours ആസ്വദിച്ച് കാണാൻ പറ്റുന്ന, ഒരുപാട് ഇടിയും ബഹളവും വയലൻസും ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി പടം. ഇടിയില്ലെന്ന് പറയുന്നില്ല, ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ലാലേട്ടൻ്റെ. അതും നെസസറി ആണെന്ന് തോന്നിയ ഒരു ഫൈറ്റ്. അൺനെസസറി ആയിട്ട് കെപ്റ്റ് ചെയ്തതൊന്നുമല്ല, തോന്നി. ബട്ട് ഇപ്പോഴേ പറയേക്കാം, ഇറ്റ്സ് നോട്ട് ഉള്ളൂ സസ്പെൻസ് ത്രില്ലറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇറ്റ്സ് എ നോർമൽ മൂവി, പ്രൊഡക്റ്റബിൾ പ്ലോട്ട്, എല്ലാം പ്രൊഡക്റ്റബിൾ ആണ്. മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ക്രിപ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ ക്രിഞ്ചായി പോകുമായിരുന്നു. ബട്ട് സ്റ്റിൽ ദ മൂവി ഈസ് റിയലി ഗുഡ്. ഇറ്റ്സ് എ ടോപ്പ് നോച്ച് മൂവി, എ ടോപ്പ് നോച്ച് പെർഫോമൻസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിദ്ദിഖിൻ്റെ റോള്, അതേപോലെ തന്നെ ലാലു അലക്സിൻ്റെ റോൾ. ഇറ്റ് വാസ് ലൈക്ക് പെർഫെക്റ്റ് ഫിറ്റ്. സിദ്ദിഖിൻ്റെയൊക്കെ റോൾ എന്നൊക്കെ പറയുന്നത് ലൈക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. സിദ്ദിഖിനൊക്കെ കൊടുക്കുന്ന റോളുകളൊക്കെ പിച്ച് പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു ഓൾറെഡി.
It is like a typical Malayali alien, and that alien is pitch perfect. പിന്നെ ഒരു തലപ്പൊക്കമുള്ള ഒരു കേണലിൻ്റെ ഒരു സോൾജറിൻ്റെ റോള് ചെയ്യുന്ന ആലോലക്സ്, ടിപ്പിക്കൽ ആലോലക്സ്. അത് കണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദിന്തിമത്തായി. ആ ഒരു റൂട്ട് പിടിച്ചാണ് ആ പടം ആക്ച്വലി ആ ഒരു റോള് പോയിരിക്കുന്നത്. പിന്നെ മാളവികയുടെ അമ്മയായിട്ട് അഭിനയിച്ച തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരിയുടെ. ബിക്കോസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ പുള്ളീനെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഗോട്ട് ഹർ നെയിം, സോറി ഫോർ ദാറ്റ്. ഷീ ഓൾസോ ഡിഡ് ദ ക്യാരക്ടർ ഇൻ എ ഗുഡ് മാനർ. അങ്ങനെ ഒരുപാട് ലൈക്ക് ബാഡായിട്ട് പറയാൻ ഒന്നുമില്ലാത്ത നല്ല കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ, ബട്ട് സ്റ്റിൽ അത് നല്ല പോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. എല്ലാവരും പോയി മൂവി കാണുക. യു പീപ്പിൾ വിൽ ബി ലൈക്കിങ് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു എന്ന് കരുതി പറയുന്നതല്ല, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ. So I hope you will watch the movie in the theater, and hope you people will be enjoying the movie like I did. So thank you. That's all.